വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മതി, വളരെ നന്ദി. കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാമോ? ഇപ്പം ഞാൻ നിങ്ങളുടെ കരം ഉയർത്തിച്ചത് ആ കൂട്ടത്തിൽ നിങ്ങളുടെ മുഖം കൊണ്ടൊന്ന് നിവരാനാണ്. ആരും ഇനി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയൊരു മുറിക്കകത്ത് അന്ത്യത്താഴത്തിന് പെസഹയാചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-14 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിമാറ്റി അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായ ചില വാഗ്ദത്തങ്ങൾ അവർക്ക് കൈമാറുന്നു. 3 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ വാഗ്ദത്തം നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അത് 14-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടുന്നതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് പ്രഥമമായ വാഗ്ദത്തം. രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അത് 14-ന്റെ 16-17 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. മൂന്നാമത്തെ വാഗ്ദത്തമാണ് നാം വായിച്ച 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമുക്കത് സുവ്യക്തമായി ഒന്ന് വ്യക്തമാകപ്പെടാൻ രണ്ടായി ഞാൻ ആ വാക്യത്തെ തരംതിരിക്കുകയാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, വ്യക്തമാക്കാം. 2, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്നാമത്തേത് ഒന്ന് സൂചിപ്പിച്ചിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കുക? ഈ 14-ാം അധ്യായത്തിൻ്റെ സമാപന വാക്യം ഇങ്ങനെയാണ്: എഴുന്നേൽപ്പീൻ, നാം പോകാം. ആ വിരിച്ചൊരുക്കിയ മുറിക്കകത്ത് നിന്ന് കർത്താവായ യേശു ശിഷ്യന്മാരുമായി ഗെത്സമനിയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയും അങ്ങനെ ഗെത്സമന തോട്ടത്തിൽ എത്തപ്പെട്ടപ്പോൾ തൻ്റെ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പം യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിടവാങ്ങൽ കൂട്ടായ്മയാണ്. കാരണം ചില സമയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 3.5 വർഷങ്ങളായി സന്തത സഹചാരികളായി നിഴല് പോലെ തൻ്റെ കൂടെ നടക്കുന്ന വാത്സല്യ ശിഷ്യന്മാരെ വിട്ട് അല്പസമയത്തേക്ക് മരണത്താൽ താൻ മാറ്റപ്പെടാൻ പോകുന്നു എന്ന് യേശുവിനറിയാം. പക്ഷെ ശിഷ്യന്മാർക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ ഇവരെ വിട്ട് അല്പസമയത്തേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്നറിയാവുന്ന കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ പോകുന്നു. ഞാൻ പോകുമ്പോൾ പകരം വയ്ക്കാനില്ലാത്തൊരു സമ്മാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ഏതാണ് ഞാൻ തന്നേച്ചു പോകുന്ന സമ്മാനം? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എത്ര പേർക്ക് നല്ല വാക്കിന് ആമേൻ പറയാൻ കഴിയും? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അടുത്തത്, ഏതു സമാധാനമാ തന്നേച്ചു പോകുന്നത്? എൻ്റെ സമാധാനം
ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയരേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് വ്യക്തമാക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ മണ്ണിലായിരിക്കുമ്പോൾ 100% പൂർണ്ണ മനുഷ്യനും 100% പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അറിയാവുന്നവർ ഒരുമിച്ച് ആ വാക്യം ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പൊ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ചിലപ്പോഴൊക്കെ എനിക്കും അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസം തോന്നിയിട്ടുണ്ട്. കർത്താവേ, പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി അങ്ങ് പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് ശരിയാണോ? ചിലപ്പോഴൊക്കെ ദീർഘദൂര യാത്രയൊക്കെ ചെയ്ത് പ്രസംഗം കഴിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ മടങ്ങി പോകുമ്പോൾ, ചില യോഗങ്ങൾ കഴിയുമ്പോൾ ഒരു പാകിട്ടുകാരുന്നെങ്കിൽ ആ സ്റ്റേജിൽ തന്നെ കിടക്കാം എന്ന ക്ഷീണമുണ്ടാകാറുണ്ട്. പക്ഷേ ആ ക്ഷീണമൊക്കെ അവഗണിച്ച് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, പാപമൊഴികെ സകലത്തിലും അങ്ങ് ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ക്ഷീണം എന്താണെന്ന് അങ്ങേക്കറിയാമോ? ഒരു ദിവസം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു തിരുവെഴുത്ത് മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യാക്കോബ് തൻ്റെ മകനായ യോസേപ്പിന് കൊടുത്ത ഉറവിനരികെ, അല്ലെ ആ കിണറ്റിനരികെ യേശു ഇരുന്നു. ഇരിക്കാനുള്ള കാരണം പറയുന്നുണ്ട്, വഴി നടന്നു ക്ഷീണിച്ചിട്ട്. അപ്പൊ ക്ഷീണം നിമിത്തം വിശ്രമത്തിന് അല്പസമയം വേർതിരിച്ചതാണ്. പക്ഷെ ആ വിശ്രമവേള ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടുകയും അവളുടെ ജീവിത ചരിത്രം വെളിപ്പെടുകയും അത് ശമരിയ പട്ടണത്തിന്റെ ഉണർവിനും അവളുടെ രക്ഷയ്ക്കും കാരണീയമായി മാറി. അന്നെൻ്റെ കർത്താവ് എനിക്ക് തന്നൊരു സന്ദേശമുണ്ട്, KJ തോമസേ, നിന്റെ ക്ഷീണം പോലും ഞാൻ അറിയാതെയും അനുവദിക്കാതെയും അല്ലെന്നു മാത്രമല്ല, ആ ക്ഷീണങ്ങൾ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണീയമാക്കി മാറ്റാനും എന്നെ കൊണ്ട് കഴിയും. കൃപ ലഭിച്ച ദൈവമക്കൾ, ഇന്ന് രാത്രി അധരം തുറന്ന് സ്തോത്രം ചെയ്തു പറ, ചെറുതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിലത് പോലും എൻ്റെ കർത്താവ് അറിഞ്ഞും അനുവദിച്ചുമാണെങ്കിൽ അതിന്റെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിന്റെ പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെന്ന് ഓർത്തതരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഈ സമൂഹത്തിൽ വന്നിരിപ്പുണ്ട്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ നമുക്ക് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. ഇനി ശ്രദ്ധിക്കണം, യേശു കർത്താവിൻ്റെ പ്രതിസന്ധിയും നമ്മുടെ പ്രതിസന്ധിയും ഒരുപോലെ അല്ല. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അമ്പമ്പോ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാ. നമ്മൾ ദൈവത്തെ വിളിക്കുന്നതും നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് പോലും പ്രതിസന്ധിയിലൂടെ പോകാനല്ല, പ്രതിസന്ധി മാറിക്കിട്ടാനാ. ഒരു നല്ല ആമേനെന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞ്. അപ്പൊ നമ്മുടെ പ്രതിസന്ധിയും കർത്താവിൻ്റെ പ്രതിസന്ധിയും രണ്ടും രണ്ടാ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഓതറയിൽ ഒരു വീട്ടുകാരുണ്ടെന്നങ്ങ് സങ്കല്പിക്കുക, തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു മോൻ ഗൾഫിലുണ്ട്. ആ മോൻ്റെ ഗൾഫിലെ സാലറി പ്രതീക്ഷിച്ച് അവരൊരു 10 സെന്റ് സ്ഥലം വാങ്ങി അതിൻ്റെ അകത്തൊരു 50 ലക്ഷം രൂപയുടെ വീട് പണിതു.
അതിൽ 35 ലക്ഷം രൂപ ലോൺ എടുക്കേണ്ടി വന്നു. 15 ലക്ഷം രൂപ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവരാ വീട് കെട്ടിപ്പൊക്കിയപ്പോൾ ചിന്ത മകന്റെ ശമ്പളം കണക്ക് കൂട്ടി, എന്നിട്ട് അതുകൊണ്ട് ലോൺ അടച്ചടച്ച് ഇത്ര വർഷം കൊണ്ട് തീർക്കാം. ആ പ്രതീക്ഷയിലാണ് അവർ വീട് കെട്ടിപ്പൊക്കിയത്. പക്ഷേ വീട് കെട്ടിപ്പൊക്കി താമസം തുടങ്ങി 6 മാസം തുടർച്ചയായി തെറ്റാതെ ലോണിന്റെ തുക അടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം മകന്റെ ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു. പേടിക്കൊന്നും ചെയ്യരുത്. അതിനുശേഷം ലോൺ അടയ്ക്കാൻ കഴിഞ്ഞില്ല. 6 മാസം പിന്നീട് കഴിഞ്ഞു. ബാങ്ക് പറഞ്ഞു 6 മാസമായി ഒരു പൈസ പോലും അടയ്ക്കുന്നില്ല, അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾ നടപടിയിലേക്ക് പോകും, അതുണ്ടാകാതിരിക്കാൻ എത്രയും വേഗം ലോൺ അടയ്ക്കണം. അവർ അശ്രാന്ത പരിശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. അടുത്ത 6 മാസം കൂടെ ലോണിന്റെ തവണ അടഞ്ഞു. ഗതികെട്ട് കോടതിയിലേക്ക് ബാങ്ക് പോയി. ആ വീട് ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ആ വീടിന്റെ വാതിൽക്കൽ ജപ്തി നോട്ടീസ് പതിച്ചു. ഒരു ദിവസം ആ നാട്ടുകാരുടെയും അയൽവാസികളുടെയും ഒക്കെ നടുവിൽ തല കുനിച്ചുകൊണ്ട് ആ വീടിനോട് വിട പറഞ്ഞവർ പോകേണ്ടി വന്നു. എൻ്റെ ചോദ്യം, അങ്ങനൊരു പ്രതിസന്ധിയിലൂടെ അവർ പോകേണ്ടി വന്നത് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണോ? അല്ല, ആ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്, അവരുടെ നിവർത്തികേട് കൊണ്ടാണ്. അപ്പം മനുഷ്യരായ ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നത് ആ പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അത് പരിഹരിക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ യേശു കർത്താവ് പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് അത് പരിഹരിക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടല്ല? യേശു കർത്താവ് പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവവും കൂടെയാണ്. തൻ്റെ മനുഷ്യത്വത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തൻ്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അത് ഞാൻ തിരുവഴുത്തിൽ നിന്ന് തെളിയിക്കാം. എന്നിട്ട് ഇവിടേക്ക് വരാം. ഗെത്സമനാ തോട്ടം, പിന്നീട് നാം അവിടേക്കൊന്ന് വരും. യേശു കർത്താവിനെ പിടിക്കാൻ പടയാളികൾ വരുമ്പോൾ പത്രോസ് വാളെടുത്ത് ചാടുകയാണ്. ചാടുന്ന പത്രോസിനോട് കർത്താവ് പറയുന്നു, പത്രോസേ, വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അടുത്തത് എൻ്റെ അല്പം കൂടെ ഒരു ഗ്രാമീണ ഭാഷ ചേർത്ത് പറയുക, കുഞ്ഞേ, നിന്റെ വിചാരം എന്താ? ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വാളിൻ്റെ വക്കാലത്ത് വേണമെന്നോ? അതൊന്നും വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാൽ 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടേക്ക് ഇറങ്ങി വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000ആണ്. 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000ആണ്. 72,000 ഇറങ്ങി വരണ്ട. ഒരൊറ്റ ദൂതൻ അവിടെ ഇറങ്ങി വന്നാൽ കളം മാറി മറിയും. പഴയ നിയമത്തിൽ അശൂർ പാളയത്തിലൂടെ ഒരു രാത്രി ഒരു ദൂതൻ നടന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അപ്പം കർത്താവ് അധരം കൊണ്ട് കൽപ്പിക്കേണ്ട, ഒരാംഗ്യമെങ്കിലും കാണിച്ചാൽ ഇറങ്ങി വരാൻ 72,000 ദൂതന്മാർ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ തൻ്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ ദൈവത്വം കൊണ്ട് ദൂതന്മാരെ ഇറക്കി യേശു പരിഹരിച്ചില്ല. എന്തുകൊണ്ട് പരിഹരിച്ചില്ല? താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവപിതാവിൻ്റെ തിരുഹിതമാണെന്ന് അറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടൊരു ദൂത് വിളിച്ചു പറയാം. ക്രിസ്തീയ ജീവിതം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ അജണ്ടകൾ ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ള ഒറ്റമൂലിയല്ല. എൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതല്ല ഭക്തി, അതല്ല ആരാധന, അതിനല്ല ദൈവത്തെ സേവിക്കുന്നത്. അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവഹിതം എന്താണെങ്കിലും, അത് നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണെങ്കിലും എൻ്റെ ഇഷ്ടത്തിൽപ്പെടാത്തതാണെങ്കിലും, അത് ദൈവഹിതമാണെങ്കിൽ
ആ ദൈവഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് പറയുന്നതാണ് ക്രിസ്തീയ സമർപ്പണമെന്ന് വിശ്വസിച്ച് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. പഴയ നിയമത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു തെളിവ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കുമായി ദൈവം പറഞ്ഞ ഹോമയാഗ ഭൂമി തേടി പോകുകയാണ്. 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിച്ച് ആ ഹോമയാഗ ഭൂമി ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ അപ്പനും മകനും കൂടെ മോറിയ മലയുടെ കയറ്റം കയറി പോകുന്നു. പോകുന്ന പോക്കിൽ മകൻ അപ്പനോട് ചോദിക്കുന്ന, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിനപ്പൻ പറയുന്ന മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പനും മോനും കൂടെ മോറിയ മലയുടെ മുകളിലെത്തി. തിരുവെടുത്ത് പറയുന്നത് അബ്രഹാം കല്ലുപെറുക്കി യാഗപീഠം പണിതെന്ന. ഒന്നുകൂടെ പറയാം, മോറിയ മലയിൽ അതിനു മുമ്പൊരു യാഗം നടന്നിട്ടില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടി വന്നതേ ഉള്ളൂ. അർത്ഥം, അതിനു മുമ്പ് അവിടെ യാഗം നടന്നിട്ടുണ്ട്. പക്ഷെ മോറിയായിൽ ഇതിനു മുമ്പ് ഒരു യാഗം നടന്നിട്ടില്ല. അതുകൊണ്ട് ആ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന് കല്ലുപെറുക്കി കൊണ്ടുവന്ന് അബ്രഹാം യാഗപീഠം പണിയുകയാണ്. അപ്പൻ കല്ല് പെറുക്കിക്കൊണ്ടുവന്ന് യാഗപീഠം പണിയുമ്പോൾ എന്റെ ചിന്ത പറയാ, ഇസ്ഹാക്കിന്റെ കണ്ണ് പരതുന്നത് അപ്പം പറഞ്ഞായിരുന്നു, യഹോവ ഒരു ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ കരുതുമെന്ന്. ദൈവം കരുതിയ ആടെവിടെ? അതായിരിക്കാം ഇസ്ഹാക്ക് നോക്കുന്നത്. അബ്രഹാം കല്ല് പെറുക്കിയപ്പോൾ ആ ആട്ടിൻകുട്ടിയെ കണ്ടില്ല. ഒരു ദൂത് പറഞ്ഞാൽ എവിടേക്ക് വരാം. അബ്രഹാം കല്ല് പെറുക്കി നടന്നപ്പോൾ ആ ആട്ടിൻകുട്ടിയെ കണ്ടില്ല. യാഗപീഠത്തിന്റെ പണി തീരുന്നിടം വരെ ഇസ്ഹാക്കിന്റെ കണ്ണ് പരതിയിട്ട് ആ ആടിനെ കണ്ടില്ല. അതുവരെ ഇല്ലാതിരുന്ന ആട്, അബ്രഹാമെ നീ പിറകോട്ട് നോക്ക്, കൊമ്പുകൾ മുള്ളുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്നു. ദൂരത്തല്ല, സമീപത്ത് തന്നെ എന്റെ ദൈവം ആ കാടിനെ കരുതിയിട്ടു. അതുവരെ കല്ല് പെറുക്കി അബ്രഹാം അത് കണ്ടില്ല. അതുവരെ ഇസ്ഹാക്കിന്റെ കണ്ണിൽ അത് പെട്ടില്ല. ഇന്ന് രാത്രി തലയിൽ കൈവച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവിക ദൂത് കൈമാറുകയാണ്. നീ പ്രതീക്ഷിച്ച സമയത്ത്, നീ ചിന്തിച്ച സമയത്ത് പലതും നടന്നില്ല, പല കരുതലും വെളിപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നിരാശയ്ക്ക് ഹൃദയം വിട്ടുകൊടുക്കരുത്. അതരം തുറന്ന് സ്തോത്രം ചെയ്തു പറ, ദൈവം കരുതിയ കരുതലുകൾ സമയം തെറ്റാതെ എന്റെ അടുക്കൽ കൊണ്ടുതരാൻ ഇന്ന് രാത്രി വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, ദൈവം കരുതിയത്, ദൈവത്തിന്റെ സമയത്ത് ഇന്ന് രാത്രി ആദ്യവരയിട്ട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഒരു ദൈവിക കരുതൽ ഉണ്ട് നിശ്ചയമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോമയാഗപീഠത്തിന്റെ പണി പൂർത്തീകൃതമായപ്പോ അബ്രഹാമിന് ആ സത്യം ഇനി മറച്ചു വെക്കാൻ പറ്റില്ല. അബ്രഹാം പറയുന്നു, മകനെ, നീയാണ് ആ യാഗവസ്തു. ഇസ്ഹാക്കിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും എന്തെല്ലാം ചോദ്യം ചോദിച്ചോനെ. ആ മോറിയ മലയുടെ കയറ്റം കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചതല്ലേ, തീയുണ്ട്, കത്തിയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടികൾ. അപ്പൊ എന്നാ പറഞ്ഞ യഹോവ കരുതൂന്ന്. ഇത്രയും നേരം ദൈവം കരുതും, ദൈവം കരുതും, ദൈവം കരുതൂന്നും പറഞ്ഞിട്ട് ഇപ്പൊ പറയാം ഞാനാണ്. ഒരാമേനൊന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും കുതിറി ഓടിയാന്. അപ്പൊ ഇത് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇതിന് തയ്യാറാകുകയില്ലായിരുന്നോ? ഇപ്പോഴാണോ ഇത് പറയാൻ തോന്നിയേ? ഇസ്ഹാക്ക് അങ്ങനെ തീരെ കുഞ്ഞൊന്നും അല്ല കേട്ടോ.
ഇസ്ഹാക്കിന് അങ്ങ് ഏകദേശം ഏറ്റവും കുറഞ്ഞ 33 വയസ്സ് പ്രായമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിൽ സാറായുടെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറ മരിക്കുമ്പോൾ സാറായിക്ക് 127 വയസ്സുണ്ട്. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസ്ഹാക്ക്. അങ്ങനെയാണെങ്കിൽ സാറ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ പ്രായം 37. ഉൽപ്പത്തി 23-ൽ സാറായുടെ മരണം. ഉൽപ്പത്തി 22-ൽ ഇസ്ഹാക്കിന്റെ ഹോമയാഗവേദി. ആ 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു 2-3 വർഷത്തിന്റെ ഇടവേള ഇട്ടാൽ പോലും ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് പ്രായം 33 നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. ആ മോറിയ മലയുടെ കുത്തുകയറ്റം ചുമലിൽ വിറകും ചുമന്നുകൊണ്ട് കയറണമെങ്കിൽ അദ്ദേഹം എത്ര ആരോഗ്യവാനായ മനുഷ്യനാണ്. വേണമെങ്കിൽ അപ്പന് പിടികൊടുക്കാതെ ഇസ്ഹാക്കിന് കുതിറി ഓടാമായിരുന്നു. അതിനുള്ള ആരോഗ്യമുണ്ടായിരുന്നു, അതിനുള്ള പ്രായമുണ്ടായിരുന്നു. പക്ഷെ ഇസ്ഹാക്ക് കുതിറി ഓടിയില്ല. നീയാണ് ഹോമയാഗ വസ്തു എന്ന് അപ്പൻ വിളിച്ചു പറയുമ്പോൾ അപ്പനോട് മറുചോദ്യം ഉന്നയിക്കാതെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഈ ഹോമയാഗവേദിയിൽ ഒരു ഹോമയാഗ വസ്തുവായി എരിഞ്ഞു തീരണമെന്നാണെങ്കിൽ ആ ദൈവ പദ്ധതിക്ക് ഞാൻ എതിര് നിൽക്കുന്നില്ല. ആ ദൈവഹിതത്തിന്, ആ ദൈവിക പദ്ധതിക്ക് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്തു പറ, ഒരായുസ്സാണ് എനിക്കുള്ളത്, ഒരു ജീവിതമാണ് എനിക്കുള്ളത്. അതെന്റെ ഇഷ്ടത്തിന്, എന്റെ ആഗ്രഹ സാഫല്യീകൃതത്തിന് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, ജീവനും ജീവിതവും തന്ന് ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാനുള്ള ദൈവിക പദ്ധതിക്കായി ഇന്ന് രാത്രി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ മനസ്സുള്ളവർ അക്കരമടിച്ച് അല്പ നിമിഷം അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറയും, എന്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതപ്പാ, എന്റെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് ഇടവരരുതേ. ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദരി, എൻ്റെ മാന്യ സഹോദര, ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും അത് രക്ഷാനിർണയമാകട്ടെ, വിശ്വാസ സ്നാനമാകട്ടെ, വേർപെട്ടുള്ള ആരാധനയാകട്ടെ, ഉപദേശ സത്യങ്ങളുടെ പ്രകാശനമാകട്ടെ, ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും എത്രയോ വർഷങ്ങളായി, എത്ര നാളുകളായി നിങ്ങളുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടും ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സുവിശേഷ യോഗത്തിൻ്റെ 2ാമത്തെ രാത്രി ആ ദൈവിക പദ്ധതിക്ക് പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ എന്താണെങ്കിലും ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് എന്റെ ഇഷ്ടത്തിന് ജീവിച്ചു തീരാതെ എന്റെ ദൈവത്തിന്റെ ഹിതം നിവർത്തിച്ച് ജീവിക്കാൻ ഈ രാത്രി എനിക്ക് കൃപ തരണമെന്ന് അധരം തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ യേശു കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോ തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ പരിഹരിച്ച് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. പിന്നീട് വ്യക്തമാക്കാം. പ്രത്യുത താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ തിരുവിഷ്ടമാണെന്നറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനും സമാധാനം ആവശ്യമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് പൂവെടുത്ത് തരുന്നത് പോലെ ഇല്ലാത്തതെന്തോ തരുന്നല്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നോർത്ത് അതരം മൂട്ടിയിരിക്കാതെ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശു കർത്താവ് പ്രതിസന്ധിയിൽ അനുഭവിച്ച സമാധാനം 2 രംഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്നൊന്ന് ബോധ്യപ്പെടുത്തി വിശദീകരിച്ച് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ
അക്കരയ്ക്കൊരു യാത്ര ചെയ്യുകയാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അമരത്ത് തലവെച്ച് ശാന്തമായി ഉറങ്ങുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. കാറ്റു വീശി അടിക്കുന്നു, തിര തള്ളി കയറുന്നു. ആ പടകം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ എന്ത് നല്ല മനുഷ്യരാണ്! കർത്താവിന് എന്ത് പരിഗണനയാണ് അവർ കൊടുത്തത്! എത്രയോ ദിവസങ്ങളായി കർത്താവ് വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുന്നു. ശാന്തമായി ഉറങ്ങിക്കൊള്ളട്ടെ, ഈ പ്രതിസന്ധിയെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ആ പ്രതിസന്ധിയെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? അവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഇന്നലകൾ അവരുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഇതുപോലെ ഒട്ടനവധി പ്രതിസന്ധികളെ അവർ കൈകാര്യം ചെയ്ത പരിചയമുണ്ട്. അപ്പൊ ആ പരിചയം കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാമെന്ന് അവർ ചിന്തിച്ചു. രണ്ട്, ഇന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അവർ ധാരാളം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവരുടെ ഇന്നലകളുടെ പരിചയം കൊണ്ടും ഇന്നിൻ്റെ പരിശ്രമം കൊണ്ടും ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അത്യുന്നതൻ ഇടപെട്ടേ പറ്റൂ. ഇന്ന് രാത്രി വചനത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ മാനുഷികമായി നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പരാജയപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ എത്തും പിടിയുമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, താങ്കളുടെ പരിചയം പരാജയപ്പെട്ടിടത്ത്, നിങ്ങളുടെ പരിശ്രമം വിഫലമായ ഇടത്ത് ദൈവത്തിന്റെ കരത്തിന്റെ ചലനത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് ഞാനും നിങ്ങളും സാക്ഷിയായി മാറുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തരുമ്പോൾ എന്നോട് ചേർന്ന വാക്കിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രതിസന്ധി അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്നവർക്ക് ബോധ്യമായപ്പോ കർത്താവിനെ തട്ടി വിളിച്ചിട്ട് അവർ ചോദിക്കുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? അതൊരു ഹൃദയസ്പർശിയായ ചോദ്യമാണ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ കാര്യത്തിൽ ഞാൻ ശിഷ്യന്മാരുടെ കൂടെയാണ്. ഒരാമേനൊന്ന് പറ. കർത്താവിൻ്റെ കൂടെ നിന്നേനെ. ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് ആ പ്രതിസന്ധി പരിഹരിച്ചിരുന്നെങ്കിൽ, കാറ്റേ, കടലേ, ഞാനും എൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ എങ്ങനെ വീശാൻ തോന്നി, എങ്ങനെ ഉയരാൻ തോന്നി? അടങ്ങെന്ന് പറഞ്ഞ് അവരാവശ്യപ്പെടുന്നതിന് മുമ്പ് കർത്താവ് അങ്ങോട്ട് ഇടപെട്ടിരുന്നെങ്കിൽ, ഒരാമേനെന്ന് പറ. കർത്താവിന് വിചാരമുണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗിക്കുന്ന നിങ്ങളും മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. പല പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ഇടപെടൽ പ്രതീക്ഷിച്ച് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപവസിച്ചു കാത്തിരുന്നിട്ട് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകായ നിമിത്തം എൻ്റെ ദൈവമേ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അങ്ങ് ദൂരത്ത് നിൽക്കുന്നതെന്ന്, ദൈവം പോലും എന്നെ കൈവിട്ടോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എന്ന് പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് വേദനയോടെ ചോദിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മെ വേട്ടയാടി ില്ലേ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ദൈവം കൈവിട്ടെന്നോ ദൈവം മറന്നെന്നോ ചിന്തിക്കരുത്. നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വാസത്താൽ അധരം തുറന്ന് എന്നോട് ചേർന്ന് പറയാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ ധൈര്യപ്പെടുത്തുകയാണ്. എൻ്റെ ചോദ്യം, കർത്താവിന് വിചാരമുണ്ടോ? ഇവരുടെ സംശയം, കർത്താവിന് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ല. പക്ഷെ കർത്താവിന് വിചാരമുണ്ടോ? കർത്താവിന് വിചാരമുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? യേശു കർത്താവ് എവിടെ തലവെച്ചെന്നാണ്? അമരത്ത് തലവെച്ചെന്നാണ്. എന്തിനാ അമരത്ത് തലവെച്ചെന്ന് എഴുതിയിരിക്കുന്നേ? ഒരു കപ്പലിൻ്റെ ഒരു പടകിൻ്റെ പ്രധാന സ്ഥാനമെന്ന് പറയുന്നത് അമരമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ റോമിലേക്ക് യാത്ര ചെയ്ത കപ്പൽ 14 പകലായി സൂര്യനെ കാണാതെ ചന്ദ്രനെ കാണാതെ അലഞ്ഞ് ഉഴന്ന് അവസാനം
സമാധാനം ഇരുകടൽ കൂടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അണിയമുറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പലുടഞ്ഞു. അപ്പൊ അമരം തകർന്നാൽ ഒരു കപ്പലിനും നിലനിൽപ്പില്ല. യേശുവിന് വിചാരം ഉണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? കർത്താവിന്റെ തല എവിടെ ഇരിക്കുന്നേ? അമരത്തായിരിക്കുന്നേ. പത്രോസേ, എത്ര മണിക്കൂറായി കാറ്റ് വീശി അടിക്കുക. ശിഷ്യന്മാരെ, എത്ര മണിക്കൂറായി തിര തള്ളി കയറുകയ. പക്ഷെ ഈ നടുക്കടലിൽ ഒടുക്കി കളയാൻ മണിക്കൂറുകളായി കാറ്റ് വീശി അടിച്ചിട്ടും തിര തള്ളി കയറിയിട്ടും ഈ പടക് ഇവിടെ തകരാതിരിക്കുന്നത് നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ല, നിങ്ങളുടെ ഇന്നലകളുടെ പരിചയം കൊണ്ടല്ല. എൻ്റെ തല ഇതിൻ്റെ അമരത്തുള്ളത് കൊണ്ടാണ്. ആ പ്രതിസന്ധി അവർക്ക് ആകസ്മികമാ, പക്ഷെ ആ പ്രതിസന്ധി ഉണ്ടാകുമെന്നറിയാവുന്ന കർത്താവ് ആ പ്രതിസന്ധിയിൽ തകരാതിരിക്കാൻ തൻ്റെ തല അതിൻ്റെ അമരത്ത് വെച്ചെങ്കിൽ ഇന്ന് രാത്രി പിറകോട്ടിറങ്ങി തിരിഞ്ഞു ചിന്തിക്ക്. വീശി അടിച്ച എത്ര കാറ്റുകൾ, തള്ളിക്കയറിയ എത്ര തിരകൾ ഇവിടം കൊണ്ട് മുഴുവൻ അവസാനിച്ചു എന്ന് നാം ചിന്തിച്ച ഇരുളിന്റെ ശക്തികൾ, വെല്ലുവിളിച്ച എത്ര മേഖലകൾ, എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടം വരെ നടന്ന് കയറി വന്നത് നമ്മുടെ മനക്കരുത്തു കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്ന് ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെയുള്ള അഭിഷക്തന്മാർ, അങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് രാത്രി സ്തോത്രം ചെയ്തു പറ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തോ. ഇപ്പൊ വീശിയടിക്കുന്ന കാറ്റിൽ, തള്ളിക്കയറിയ തിരയിൽ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന പടകിൽ, അലറിക്കരയുന്ന 12 ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു ശാന്തമായി ഉറങ്ങി. അതാ അദ്ദേഹം അനുഭവിച്ച സമാധാനം. ഒരാമേനൊന്ന് പറ. എല്ലാം അനുകൂലമായിരിക്കുമ്പോഴല്ല, കാറ്റു വീശിയടിക്കുമ്പോഴും, തിര തള്ളിക്കയറുമ്പോഴും, പടക് മുങ്ങുന്നെന്ന് തോന്നുമ്പോഴും, 12 പേർ അലറിക്കരയുമ്പോഴും അവരുടെ നടുവിൽ രക്ഷിതാവ് ഉറങ്ങി. അതാ കർത്താവ് അനുഭവിച്ച സമാധാനം. അധരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാം, ഒന്ന് കേട്ടോണേ. ഗെത്സമനെ തോട്ടത്തിൽ ഒന്നുകൂടെ ഒന്ന് വരണം. 3 ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ കാണാം. ഒന്ന്, യേശുവിനെ പിടിക്കാൻ പന്തവും കുന്തവും വാളും വടിയുമായി നെഞ്ചു പിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തിന്റെ ആൾ രൂപമായി വരുന്ന പടയാളികളും ചേവകരും ആൾക്കൂട്ടവുമാണ്. അവരുടെ വിചാരം ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് യേശു ആരാണെന്നൊന്ന് ബോധ്യപ്പെട്ടാൽ മതി, ഇപ്പൊ പിടിക്കാം എന്ന മട്ടിലും ഭാവിലുമാണ് അവർ വരിക. പക്ഷെ കർത്താവ് അവരുടെ അടുക്കൽ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി, നസ്രയനായ യേശുവിനെ. ഉടനെ എൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞു, അത് ഞാനാകുന്നു. ഞാനാകുന്നെന്ന് പറഞ്ഞതും എല്ലാവരും പിറകോട്ടു വീണു. എൻ്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ബോധം കെട്ടു വീണു. ഞാൻ അവിടെ ഒരു ദൂതൂടെ പറഞ്ഞേക്കാം. ഒരാൾ ഒരിക്കലും എന്നോട് ചോദിച്ചു, യേശു ദൈവമാണോ? നമ്മുടെ എന്താ സംശയം? യേശു കർത്താവ് ദൈവമല്ലേ? ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞ പദം പറയാൻ അല്പം എനിക്ക് പേടിയുണ്ട്, എന്നാലും അങ്ങ് പറയാണ്, അങ്ങേരെ രക്ഷിച്ചില്ല, പിന്നല്ലേ നാട്ടുകാരെ മുഴുവൻ രക്ഷിക്കുക. അപ്പൊ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ രക്ഷപ്പെടാൻ പഴുതില്ലാത്തത് കൊണ്ടുള്ള നിവർത്തികേട് കൊണ്ട് യേശുവിനെ ശത്രുക്കൾ പിടിച്ചതാന്നാ. നിങ്ങളോട് ആരാ പറഞ്ഞ് യേശുവിനെ പിടിച്ചതാന്ന്? യേശുവിനെ ആരും പിടിച്ചതല്ല. ഒരാമേൻ പറ. പിടിക്കാൻ ഒട്ടു പറ്റത്തില്ല. പിടിക്കാൻ വന്നവരോട് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിറകോട്ട് വീണില്ലേ? കർത്താവിനെ അവർ പിടിച്ചതല്ല. ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് കർത്താവ് കൈ നീട്ടി കൊടുത്തതാ. ഇന്ന് രാത്രി ഓദറ ദേശത്തോട് ഞാൻ പറയുന്നു, യേശുവിനെ ആരും പിടിച്ചതല്ല, യേശുവിനെ ആരും കൊന്നതല്ല, യേശുവിൻ്റെ ജീവനെ ആരും എടുത്തതല്ല. യേശു മാനവവർഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്, തൻ്റെ ജീവനെ വച്ചു തന്നതാണ്. എന്നോട് ചേർന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത് ഒരുപോലെ ഇന്ന് രാത്രി ദൈവമക്കൾ വിളിച്ചു പറ, യേശു ക്രിസ്തു തന്റെ ജീവനെ വെച്ചു തന്നതാണ്. യേശുവിന്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി തന്നതാണ്.
അപ്പോൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിന് രക്ഷപ്പെടായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ ഭാവനയെ കാണും. ആ വീണ് കഴിഞ്ഞ് ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് കർത്താവ് കൈ നീട്ടി കൊടുക്കുമ്പോൾ അവർ പിടിക്കുന്ന പിടിയുണ്ടല്ലോ, മുമ്പത്തെ ആ മനോഭാവത്തിലല്ല, ഇപ്പോഴാ മനസ്സിലായത് ഇദ്ദേഹം ആരാന്ന്. പിന്നെ പിടിക്കാതെ പോകുന്നതിൻ്റെ കാരണം പിടിക്കാതെ എന്താ തലയെ തൊപ്പി കാണുകയില്ല. അപ്പോൾ ഡ്യൂട്ടി കിട്ടിപ്പോയത് കൊണ്ട് അങ്ങ് പിടിച്ചു പോകുന്നതാണ്. ഞാൻ ഇത്രയും ആ കാര്യം ഇനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവിടത്തോട് ഞാൻ അങ്ങ് വിട പറയുകയാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് വീരശൂര പരാക്രമികളായ ശിഷ്യന്മാരാ. മരിച്ചാലും മറക്കുകയെന്ന് പറഞ്ഞവരൊക്കെ ഓടിയ ഓട്ടം നിങ്ങളുടെ ഭാവനയെ കണ്ടാൽ മതി. ഒത്തിരി മറക്കുകയെന്നൊക്കെ പറയുന്നവരെയും ഒരാമേനൊന്ന് പറഞ്ഞു. ഒത്തിരി നമ്മെ അങ്ങ് പുകഴ്ത്തുന്നവരെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നോട് ചേർന്നൊരാമേനൊന്ന് പറയാൻ പറ്റുമോ? ആ ഓടിയ ഓട്ടം നിങ്ങളുടെ ഭാവനയെ കണ്ടാൽ മതി. എന്നാൽ ആ ഗത്സമനയിൽ പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിൽ നിൽക്കുന്നത് നമ്മുടെ രക്ഷിതാവല്ലേ? ഇനി അടുത്ത പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാനും നിങ്ങൾ എത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കുകയില്ല. രാമേനെന്ന് പറയുന്നേ, അപ്പോൾ ഇതൊരു ലോക്കൽ കൺവെൻഷൻ അല്ലേ, ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനും 10-27 വർഷമായിട്ട് സഭയുടെ ശുശ്രൂഷകനല്ലേ. ഈ എത്ര പരിചയ സമ്പത്ത് ഈ സഭാ ശുശ്രൂഷയിലുണ്ടെങ്കിലും ചില സമയത്ത് സഭായോഗം സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരംഭിച്ച് ഒന്നാമത്തെ പാട്ടിനിടയ്ക്ക് ചിലർ വന്ന് ചെവി പറയും, പാസ്റ്ററെ ഇന്ന് സഭായോഗം അല്പം നേരത്തെ നിർത്തണം, ഒരു അടിയന്തര കമ്മിറ്റി ഉണ്ട്. അടിയന്തര കമ്മിറ്റിയുടെ കാര്യം കേട്ട് കഴിയുമ്പം ഏകദേശം സാഹചര്യം അറിയാവുന്ന പാസ്റ്റർ അല്പം വേർത്തിട്ട് അദ്ദേഹം സങ്കീർത്തനവായനയ്ക്ക് എഴുതാൻ നേരത്ത് നമുക്ക് സ്വോത്രകാഴ്ച ഇടാമെന്നും സ്വോത്രകാഴ്ച ഇടേണ്ട സമയത്ത് സങ്കീർത്തനം വായിക്കാമെന്നും പറയും. അനുഭവ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, മാനസികമായി തകർന്നാൽ പതിറ്റാണ്ടുകളായി ക്രമാനുഗതമായി നടത്തുന്ന കാര്യമാണെങ്കിലും താളപ്പഴ സംഭവിക്കും. ഞാൻ പറഞ്ഞതിന് ആശയം മനസ്സിലാവുന്നുണ്ടോ? മാനസികമായി തകർന്നാൽ ഏത് കരുത്തനും തകരും. ഇത് പിശാചിനറിയാം കേട്ടോ, നമ്മേക്കാൾ നല്ലവണ്ണം അത് പിശാചിനറിയാം. നിങ്ങൾ എത്ര കൃപാവരങ്ങൾ ഉള്ളവരാണെങ്കിലും താലന്തുള്ളവരാണെങ്കിലും നിങ്ങൾ എത്ര ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരാണെങ്കിലും പ്രാർത്ഥനാ മനുഷ്യരാണെങ്കിലും മാനസികമായി നിങ്ങൾ തകർന്നാൽ നിങ്ങളുടെ കൃപാവരങ്ങൾ ഫലവത്താകുകയില്ലെന്ന്, നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ താലന്തുകൾ പ്രയോജനപ്പെടുകയില്ലെന്ന് ഇരുളിൻ്റെ ശക്തികൾക്കറിയാം. അതുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരെ മാനസികമായി തകർത്ത് കളയാൻ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായി അവൻ കൊണ്ടയിടുന്നത്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും അഭിഷക്തന്മാർ, ഏതെങ്കിലും ദൈവമക്കൾ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവർ, ശരിയായ തലത്തിൽ പ്രയോജനപ്പെടാൻ കഴിയാതെ മാനസികമായി നിങ്ങളെ തളർത്തി ക്ഷീണിപ്പിക്കത്തക്ക നിലയിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ ഇന്ന് രാത്രി ദുഷ്ടപിശാച് കൊണ്ടയിട്ടിട്ടുണ്ടെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏകകർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി കൽപ്പിക്കുന്നു. ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. കൃപ ലഭിച്ചോട് ഒരുമിച്ച് ആത്മാവിൽ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു പറ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ശരിയായി നിങ്ങളിലുള്ള കൃപാവരങ്ങൾ നിങ്ങൾക്ക് ഫലവത്തായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ, നിങ്ങൾക്ക് തന്ന കൃപകൾ, നിങ്ങൾക്ക് തന്ന താലന്തുകൾ ശരിയായി വിനിയോഗിക്കപ്പെടാൻ കഴിയാതെ മാനസികമായി നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും ഈ രാത്രി പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കുന്ന രാത്രിയായി മാറട്ടെ, സ്വതന്ത്രമാക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത കൃപാവരങ്ങൾ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത മിനിസ്ട്രികൾ ഇന്ന് രാത്രി വെളിപ്പെടത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഒത്തിരി ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവിന്റെ മനസ്സിലേക്ക് തരുന്നുണ്ട്. രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഒറ്റയ്ക്ക് ഇരുളിന്റെ ശക്തികളോട് പോരാടി
കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ബാലിൻ്റെ കള്ളപ്രവാചകന്മാരെ മുട്ടുകുത്തിക്കുന്ന ദൈവത്തിൻ്റെ തീയിറക്കിയ ഏലിയാവും മാനസികമായി തകർന്നപ്പോൾ ചൂരച്ചെടിയുടെ കീഴിൽ ചുരുണ്ടുകൂടി മരിച്ചാൽ മതി, എന്നെ അങ്ങ് എടുത്തോ എന്ന് പറയത്തക്ക നിലയിൽ മാനസിക സംഘർഷം കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കിയെങ്കിൽ ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കരുത്തന്മാരായ മാറേണ്ട ചിലര്, ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചിലര്, ഇരുളിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി മാനസികമായി നിങ്ങളെ തളർത്തി ഒതുക്കാൻ ഈ രാത്രി വെല്ലുവിളിക്കുന്ന ചില ഇരുളിന്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ശക്തിയാൽ ഈ രാത്രി വെട്ടി മാറ്റുന്നത് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവർ ആധാരം തുറന്ന് അല്പനിമിഷം അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ഈ രാത്രി നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ചിലതിനെ ഈ രാത്രി ജയിക്കുന്ന ഒരു ദൈവിക അഭിഷേകം പരിശുദ്ധാത്മാവ് പകരുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അപ്പൊ നമ്മൾ എത്ര കരുത്തന്മാരാണേലും മാനസികമായി നമ്മൾ തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. എന്നാൽ യേശുവിനെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാനസികമായി തകർന്നു. പുറമേ തീക്കുണ്ടത്തിന്റെ അകത്ത് നിൽക്കുക. രാമൻ എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് പത്രോസിന്റെ വാളിന്റെ വായ്ത്തലയേറ്റ് മൽക്കോസിന്റെ വലത്തെ കാത് ഗത്സമനയുടെ പച്ച മണ്ണിൽ രക്തത്തിൽ കിടന്ന് പിടയ്ക്കുക. യേശുവിന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും കണ്ടില്ലെന്ന് നടിച്ചു പോകത്തേ ഉള്ളൂ. കാരണം താനായ ഒരു പ്രതിസന്ധിയില്ല. പിന്നെങ്ങനെ മൽക്കോസിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നേ? പക്ഷെ തൻ്റെ പ്രതിസന്ധി പരിഹരിച്ചില്ലേലും മൽക്കോസിന്റെ പ്രതിസന്ധി കർത്താവ് പരിഹരിച്ചു. ഒരാമേനൊന്ന് പറ. എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അഭിഷിക്തന്മാരൊന്ന് ശ്രദ്ധിച്ചോണം. പിശാചിൻ്റെ ഒരു വലിയ വജ്രായുധമായിരുന്നു. പല രോഗികളും എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ മനസ്സിൽ പറയും, കർത്താവേ ഇതിനേക്കാൾ വലിയ രോഗിയാണ് ഞാൻ. ഞാനെങ്ങനെ ഇനി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മുടെ പ്രതിസന്ധി പരിഹരിച്ചിട്ട് മറ്റാരുടെയും പ്രതിസന്ധി പരിഹരിക്കാൻ ഇരിക്കരുത്. നമ്മുടെ പ്രശ്നം മാറിയിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. നമ്മുടെ ആത്മീക പ്രാഗൽഭ്യത്തെ പിശാച് കെടുത്തുന്ന ഒരു മേഖലയാത്. ആത്മീക ശുശ്രൂഷ എന്താന്ന് ഞാൻ പറയാം. സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്നതാണ് ദൈവം തന്ന മിനിസ്ട്രി. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവം ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടിനെ പൊട്ടിച്ച് ഇന്ന് രാത്രി പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. ഒരു പ്രബോധനം കൊണ്ടെന്ന് പറയാം കേട്ടോ. ദൈവം ഉപയോഗിക്കുന്നവരെ അവരുടെ ബലഹീനതകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കല്ലേ. രാമൻ എന്ന് പറഞ്ഞു. അങ്ങേരെ 8-10 എന്നാ നടക്കുന്നത്. അങ്ങേരാ രോഗികളെ സൗഖ്യമാക്കാൻ നടക്കുന്നത്. അങ്ങനെ പറയല്ലേ. ഒന്ന് സ്തോത്രം ചെയ്ത് പറയാവോ? ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിലെ ബലഹീനത നിമിത്തമാ നിങ്ങളോട് സുവിശേഷം പറയാൻ ദൈവം എനിക്ക് അവസരം തന്നത്. കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൂടെ എനിക്ക് ചൂഴ്ന്നെടുത്തു തരാൻ നിങ്ങൾ തയ്യാറാകുമായിരുന്നു. ഒരു മനുഷ്യനെ പോലെയല്ല നിങ്ങൾ എന്നെ സ്വീകരിച്ചത്, ഒരു ദൈവദൂതനെ പോലെയാണ് നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചത്. അവരുടെ ബലഹീനതകളാണ് അവരെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് മനസ്സായതെങ്കിൽ ഇന്ന് രാത്രി ഏതെങ്കിലും മനുഷ്യരുടെ ബലഹീനതകൾ ദൈവം കൈമാറിയ മിനിസ്ട്രിയെ വിമർശിക്കാൻ നാം അതിന് ഇട കൊടുക്കരുത്. അതിന് മുതിർന്നാൽ അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയുടെ മുമ്പിൽ കണക്ക് പറയേണ്ടത് ദിവസം വരുമെന്നറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ കൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വയം പ്രതിസന്ധിയിലൂടെ പോയപ്പോഴും മൽക്കോസിന്റെ കാതെടുത്ത് ഒട്ടിച്ചു കൊടുത്തു.
തന്നെ പിടിക്കാൻ വന്നവന്റെ കാത് ഒട്ടിക്കാൻ യേശു കർത്താവിന് ഇഷ്ടം തോന്നിയെങ്കിൽ സ്വോത്രം പറഞ്ഞേ, പറ്റുമെങ്കിൽ കർത്താവിനെ വെട്ടാൻ വന്നവനാ. അവന്റെ കാതിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ തിരിച്ചു ഒട്ടിക്കാൻ ഈശോ മിശിഹായ്ക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒരു രോഗശാന്തി തരണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ തിരുഹിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആരാ പ്രസംഗിക്കുന്നതെന്ന് വിഷയമല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നതെങ്കിൽ, വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം, വചനമയച്ച് വിടുവിക്കുന്ന ദൈവം ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി ഇതിനകത്ത് ചെയ്യട്ടെ പ്രിയരെ. അധരം തുറന്ന ആരവാരത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഈ വചനം ശുശ്രൂഷിക്കും അളവിൽ ആരും തലയിൽ കൈവയ്ക്കാതെ തന്നെ അത്ഭുത രോഗശാന്തി ഇതിനകത്ത് സംഭവിക്കട്ടെ. നിങ്ങളുടെ സന്ധി മജ്ജകളിൽ, രക്തധമനികളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പ്രവഹിക്കട്ടെ. എന്റെ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ രോഗത്തിന്റെ ആത്മാവായി കുടിയിരിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ആ പൈശാചിക രോഗ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്നവർ പരപ്രേരണ കൂടാതെ കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വചനത്തിന്റെ ശക്തി, അത്ഭുത രോഗശാന്തി ഈ രാത്രി ഇതിനകത്ത് സംഭവിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഇങ്ങനൊരു ദൂത് കൈമാറുന്നു, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. മൽക്കോസിന്റെ വലത്തെ കാത് ഹല്ലേലൂയ അറ്റുരക്തത്തിൽ കിടന്ന് പിടയ്ക്കുകയാണ്. എൻ്റെ യേശു കർത്താവ് അത് ഒട്ടിച്ചു കൊടുത്തതുപോലെ നിന്റെ ചില മുറിവുകൾക്ക് പൊറുതി വരാൻ പോകുകയാണ്. അത് മാനസിക മുറിവുകളായിരിക്കാം, അത് ശാരീരിക വ്യഥകളായിരിക്കാം, എന്തുമാകട്ടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. മനുഷ്യരാൽ അപരിഹാര്യമായി മാറിയത് ഇന്ന് രാത്രി തുന്നിച്ചേർക്കാൻ കഴിയാതെ, വീണ്ടും ഒരുമിപ്പിക്കാൻ കഴിയാതെ, എന്നേക്കുമായി വേർപെട്ടുപോയ ചിലത് ദൈവത്തിന്റെ ഇടപെടൽ നിമിത്തം സർവശക്തനാൽ കൂട്ടി യോജിപ്പിക്കപ്പെടുന്നു പോകുന്നു എന്ന് ആത്മാവ് ആലോചന പറയുമ്പോൾ അതരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അക്കരെ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. അക്കരവ് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരോട് സംസാരിക്കുന്നു. അപ്പൊ പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിൽ നിൽക്കുമ്പോൾ മൽക്കോസിന്റെ വലത്തെ കാത് കർത്താവ് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രതിസന്ധിയിൽ രക്ഷിതാവ് അനുഭവിച്ച സമാധാനം, പ്രതിസന്ധി എന്ന തീക്കുണ്ടം ചുറ്റുമുണ്ടെങ്കിലും അതൊന്നും തന്നെ സ്വാധീനിച്ചിട്ടില്ല. അതിൻ്റെ തെളിവല്ലേ ആ കാതെടുത്തൊട്ടിച്ചു കൊടുത്തത്. എൻ്റെ സമാധാനം, ഒരു നല്ല ആമേൻ പറഞ്ഞു പറ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അടുത്ത രണ്ട് ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? അനുഭവിക്കാൻ കഴിയും. അത് തെളിയിച്ചിട്ട് ആ സമാധാനം അനുഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒരാമേൻ എന്ന് പറഞ്ഞ അത് പറഞ്ഞാൽ നിർത്തും. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കേണ്ട 12-ാം അധ്യായം. അവിടെ പത്രോസിനെ ഹെരോദ രാജാവ് പിടിച്ചു. എന്നിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് വിസ്തരിച്ച് തലവെട്ടാൻ തീരുമാനിച്ച്
കാരാഗൃഹത്തിൽ കടത്തിയിരിക്കുക. പടയാളികൾ നന്നായി കാവൽ കാക്കുന്നു. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ അമ്മ മറിയയുടെ നേതൃത്വത്തിൽ ആ വീട്ടിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടക്കുന്നു. ദൂതനിറങ്ങി പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേറ്റ് നടക്കാൻ പറയുകയാണ്. പക്ഷെ ദൂതൻ ഇറങ്ങുന്ന സമയത്ത് പത്രോസ് എന്ത് ചെയ്യാറെന്നറിയാവോ? സുഖമായി ഉറങ്ങുക. ഒരാമേൻ എന്ന് പറഞ്ഞു. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, എൻ്റെ പൊന്ന് പത്രോസേ, ഇങ്ങനെ ഉറങ്ങാൻ പറ്റും? നാളെ നേരം വെളുത്താൽ ഹേരോദാവ് താങ്കളെ വിസ്തരിച്ച് ശിരച്ഛേദം ചെയ്യാൻ പോവാ. പത്രോസ് പറയും, നാളെ നേരം വെളുത്താൽ ഹേരോദാവ് എൻ്റെ തല വെട്ടുമെന്ന് എനിക്കറിയാം. അറിയാമെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? നമ്മൾ പറയും വാഗ്ദത്തം ഉള്ളതാണുണ്ടാ. അതിനേക്കാൾ എത്രയോ വാഗ്ദത്തമുള്ള നമ്മൾ കൈകാലിട്ടടിക്കുന്നല്ലേ? ആണോ? പത്രോസ് പറയും, നാളെ നേരം വെളുത്താൽ ഹേരോദാവ് എൻ്റെ തല വെട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊരു കാരണമുണ്ട്. ഈ ജയിലറയുടെ പരുക്കം തറയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങാൻ കാരണം എന്താണെന്നറിയാമോ? ഗെത്സമന തോട്ടത്തിൽ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി എൻ്റെ നാഥൻ അനുഭവിച്ച സമാധാനം ഞാൻ പോലും അറിയാതെ ഈ പരുക്കം തറയിൽ അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതാ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് സുഖമായി ഉറങ്ങാൻ കാരണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം ഞാൻ പറയാം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ, മാനുഷികമായി കാര്യമെന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി നാം പോലും അറിയാതെ ആ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവിക അനുഗ്രഹമുണ്ട്. അതാണ് ദൈവിക സമാധാനമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അതാണ് സമാധാനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടല്ലേ സമാധാനത്തിന് പൗലോസ് കൊടുക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തില്? ഒന്നിനെ കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആ സമാധാനത്തിന്റെ പ്രത്യേകത എന്താ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഈ ഗൗരവം ഒന്ന് അറിയണം. നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാരോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാം. സ്തോത്രം പറഞ്ഞു വരണം. സകല ബുദ്ധിയെയും, ആ മർമ്മം നമ്മൾ അറിയണ്ടേ? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എന്തൊരു വിഷമ. എന്നോട് പിണക്ക് വല്ലതും തോന്നുന്നുണ്ടോ? പ്രതിസന്ധി വന്നതിലല്ല നമുക്ക് പ്രശ്നം. ഈ നാട്ടുകാർ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുകയും തുള്ളാനും ചാടാനും അന്യഭാഷ പറയാനും ഒക്കെ പോയിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നിനക്കെന്നാ ഇങ്ങനെ വന്ന്? നിനക്കെന്നാ ഇങ്ങനെ? അപ്പം നമ്മൾ തിരിച്ച് ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ ശരിയല്ലേ? ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ആമേൻ എന്ന് പറ. അതെന്നാ ദൈവമേ അങ്ങനെ വന്നേ? അപ്പം നമുക്കൊരു പ്രതിസന്ധി വന്നതിലല്ല, മറ്റുള്ളവർ അങ്ങനെ വിമർശിക്കുന്നതില്ല നമ്മുടെ ടെൻഷൻ. അങ്ങനെ ടെൻഷൻ എടുക്കാൻ നോക്കിയാൽ മരണം വരെ ടെൻഷനിലൂടെ പോകാമെന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഇല്ല. താളപ്പഴ എവിടാന്ന് ഞാൻ പറയാം, എഴുതി വെച്ചോണം. ലോക മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വികലമാണ്. അവരെന്തിനാ ദൈവത്തെ സേവിക്കുന്നേ? അവരെന്തിനാ ദൈവത്തെ വിളിക്കുന്നേ? ദൈവത്തെ സേവിക്കുന്നതും ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, സ്വർഗത്തിലോട്ട് പോകാനും അല്ല. പിന്നെ എൻ്റെ ദൈവമേ, സ്വർഗത്തിലൊന്നും പോയില്ലേലും പ്രശ്നമില്ല, സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ ഇവിടെ ജീവിക്കണം. ഒരാമേൻ എന്ന് പറ. സ്വർഗതുല്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാനുള്ള ഒറ്റമൂലിയാണ് മനുഷ്യനു ദൈവം. അവൻ ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, ദൈവത്തെ സ്വാധീനിച്ച് എന്തെങ്കിലും തനിക്ക് നേടാൻ കഴിയുമോ എന്നുള്ള ത്വരയാണ്. പക്ഷെ വേർപെട്ട ദൈവമക്കൾ ദൈവത്തെ സ്വാധീനിച്ച് സ്വർഗതുല്യമായ ഒന്നിനും കുഴപ്പമില്ലാത്തൊരു ജീവിതം ഇവിടെ നയിക്കാനല്ല ദൈവത്തെ സേവിക്കുന്നത്. കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്തത് നിത്യമാണെന്നും
നിത്യമായതിന് ഈ ദൈവമല്ലാതെ, ഈ ഉപദേശ സത്യമല്ലാതെ മറ്റൊന്നില്ലെന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ ഈ മാർഗത്തിൽ ഇറങ്ങി വരാൻ നമ്മെ പ്രേരിപ്പിച്ചത്. എന്നോട് ചേർന്ന് അധരം തുറന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോക മനുഷ്യരുടെ വികലമായ അറിവ് അറിഞ്ഞോ അറിയാതെയോ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ ചോദിക്കുമ്പോൾ പറയണം, മനസ്സിൽ പറയണം, നിനക്ക് എൻ്റെ പ്രതിസന്ധിയല്ലേ അറിയുള്ളൂ. പക്ഷെ മറ്റൊന്നുകൂടെ ഉണ്ട്, സകല ബുദ്ധിയെയും, ഒന്ന് സ്തോത്രം ചെയ്ത് പറ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഒറ്റ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടും. പല പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നോട്ട് പോയിട്ട് പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിച്ചിട്ടില്ല, എൻ്റെ ദൈവമേ അന്ന് ആ പ്രതിസന്ധിയിൽ എങ്ങനെ പിടിച്ചു നിന്നു, എങ്ങനെ അതിനെ അതിജീവിച്ചു? ഒറ്റ മറുപടിയുള്ളൂ, എൻ്റെ മനസ്സിൻ്റെ കരുത്തല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ നിമിഷത്തിൽ എൻ്റെ മേൽ കൈമാറി എന്നെ കരുത്തോടെ പ്രതിസന്ധികൾ പിടിച്ചു നിർത്തിയ, അതിനെ മറികടക്കാൻ എനിക്ക് ശക്തി തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് അടുത്ത ചിന്തയിലേക്ക് വരാവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ അടിവരയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിക്കോണം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ആ വാക്യം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. എന്നെ തുള്ളിച്ചാടിച്ചിട്ടുള്ള പ്രയോഗമാണ്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. യോബിന്റെ പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത പദം, ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടെന്നേ. ഒരാമേൻ എന്ന് പറ. പ്രതിസന്ധി ഉണ്ട്, പക്ഷെ എന്നും കുന്നും പ്രതിസന്ധി അല്ല. പ്രതിസന്ധിക്ക് പരിഹാരവുമുണ്ട്. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു പറ. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. പ്രതിസന്ധി ഉണ്ട്, പക്ഷെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ട്. അടുത്തത്, പരിഹാരത്തിനൊരു സമയമുണ്ട്. സ്തോത്രം ചെയ്തെന്ന് പറയാമോ? പ്രതിസന്ധി ഉണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയമുണ്ട്. യോസേപ്പിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, അവന്റെ ശോധനാകാലം തികഞ്ഞപ്പോൾ രാജാവ് വാളയച്ചു അവനെ സ്വതന്ത്രനാക്കി. എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ശോധന അനുവദിച്ച ദൈവം അതിനൊരു സമയവും കുറിച്ചിട്ടുണ്ട്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ശോധന അനുവദിച്ച ദൈവം ശോധനയ്ക്കൊരു സമയവും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം അനുവദിച്ച ശോധനാ കാലഘട്ടത്തിന്റെ 1 മിനിറ്റ് അപ്പുറത്ത് എൻ്റെ ശോധന തുടരാൻ എൻ്റെ നാഥൻ അനുവദിക്കയില്ലെന്ന് അധരം തുറന്ന് വിശ്വാസത്തോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിസന്ധി ഉണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയം ഉണ്ട്. അടുത്തു പറയാം, സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്തുന്ന സമാധാനവും ഉണ്ട്. സ്തോത്രം പറയാവോ? ഒന്നുകൂടെ അപ്പോൾ അത് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്. പ്രതിസന്ധി ഉണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ എന്നെ നിലനിർത്തുന്ന ദൈവിക സമാധാനമുണ്ട്. ഇന്ന് രാത്രി നദി പോലെ കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഈ രാത്രി ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കും അളവിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവിക സമാധാനം ഇന്ന്
രാത്രി കൈമാറുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം അതരങ്ങൾ തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ വചനം ഈ രാത്രി ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്താൽ ചിലരെ സ്പർശിക്കുന്നത് എനിക്ക് വ്യക്തമാകുന്നു. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അടുത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ, വായിച്ചോളൂ പെട്ടെന്ന്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. കരമുയർത്തി നല്ല ആമേൻ എന്ന് പറയാമോ? ഉണ്ടാക്കപ്പെട്ട സമാധാനം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. മണിക്കൂറുകൾ നിന്ന് വിശദീകരിക്കേണ്ടതാണ്. ഒറ്റ പദം പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട സമാധാനം. ആരൊക്കെ തമ്മിൽ ഉണ്ടാക്കപ്പെട്ട സമാധാനം? പരമപരിശുദ്ധനായ ദൈവവും അധമപാപിയായ മനുഷ്യനും തമ്മിൽ നിരക്കാൻ യേശു ക്രൂശിലൂടെ ഒരുക്കിയ സമാധാനം. എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകപ്പെടേണ്ടി വന്നു? ദൈവത്തിനും മനുഷ്യനും നടുവും ഒരിക്കലും അടുക്കാൻ കഴിയാതെ അവരുടെ നടുവിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. യെശയ്യാ 59:1 അറിയാവുന്നവർ ഒരുമിച്ച് എന്നോട് ചേർന്നെന്ന് പറയാമോ? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് നിങ്ങളുടെ പാപമാണ്, നിങ്ങളുടെ അകൃത്യമാണ്. പാപത്താൽ, അകൃത്യത്താൽ പരമപരിശുദ്ധനായ ദൈവത്തിന് അധമപാപിയായ മനുഷ്യനും അടുക്കാൻ കഴിയാതെ എന്നേക്കും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ദൈവവും മനുഷ്യനും ഇനി നിരപ്പാകണമെങ്കിൽ, അടുത്തു വരണമെങ്കിൽ അവരെ തമ്മിൽ അകറ്റിയ ആ പ്രശ്നത്തിന് പരിഹാരം വരേണ്ടിയിരിക്കുന്നു. ഏതാണ് ആ പ്രശ്നം? ആ പ്രശ്നത്തിന്റെ പേരാണ് പാപം. അതിന് ദൈവം എന്താണ് ചെയ്തത്? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നു. എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നത്? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്ലീഹ പൗലോസ് പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശു ക്രിസ്തു മനുഷ്യനായി സ്വർഗമഹിമകളെ വെടിഞ്ഞു മണ്ണിൽ വന്നത് മാനവവർഗത്തിന്റെ പാപം പരിഹരിക്കാനാണ്. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി. കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി ക്രൂശിലേക്കൊന്ന് നോക്കാമോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവിച്ചാല് പോലെ അടിച്ചു കീറി ക്രോസ് ഭാഗം, ക്രൂശിന്റെ ക്രോസ് ഭാഗം തന്റെ ചുമലിൽ ഏറ്റെടുത്ത് വീണ്ടും എണീറ്റും വീണ്ടും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി എന്റെ രക്ഷിതാവ് തലയോടിടുമെന്ന് ഗോൽഗോഥാ മലയുടെ മുകളിലെത്തി. ഇരു കള്ളന്മാരുടെ നടുവിൽ മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിഞ്ഞു. അവസാനം യേശു ക്രൂശിൽ കിടന്നു പറഞ്ഞത്, ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല. പിന്നെന്താ യേശു പറഞ്ഞത്? സകലവും നിവർത്തിയായി. മാനവവർഗമേ, ഞാൻ ഇവിടെ
ഇവിടെ വന്നത് മാനവവർഗത്തിന്റെ പാപം പരിഹരിക്കാനാണ്. പാപം പരിഹരിക്കാൻ വന്ന ഞാൻ ആ പാപത്തിന്റെ പരിഹാരം എന്റെ മരണത്തിലൂടെ വരുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. യെശയ്യാ 53:5 ഇങ്ങനെ വായിക്കുന്നു. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. കരമുയർത്തി അധരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. മനുഷ്യന് ദൈവത്തോടടുക്കാൻ തടസ്സമായി നിന്ന പാപപ്രശ്നം യേശു തന്റെ മരണം മൂലം പരിഹരിച്ചു. മനുഷ്യ, ഇനി നിനക്ക് ദൈവത്തോടടുക്കാൻ തടസ്സമായി ആ പാപപ്രശ്നം അവിടെ ഇല്ല. യേശു അത് എനിക്ക് വേണ്ടി പരിഹരിച്ചു എന്ന് ഹൃദയപൂർവം വിശ്വസിച്ച് യേശുവിനായി ആര് ജീവിതം സമർപ്പിക്കുന്നു അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ആർക്കാണ് ദൈവത്തോട് സമാധാനം? യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലൂടെ പാപ പരിഹാരം പ്രാപിച്ചവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നിരന്നവർക്ക്, ദൈവത്തോട് സമാധാനമായവർക്ക് ദൈവം കൊടുക്കുന്ന അതുല്യമായ അനുഗ്രഹമാണ് അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ദൈവിക സമാധാനം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. അത് അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയിലെ സമാധാനമാണ്. ആർക്കാണ് ആ സമാധാനം? ദൈവത്തോട് സമാധാനം ആയവർക്കാണ്. എങ്ങനെയാണ് ദൈവത്തോട് സമാധാനമാകാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഹൃദയപൂർവം അംഗീകരിച്ച് നിറകണ്ണുകളോടും വിതുമ്പുന്ന ചുണ്ടുകളോടും തൊഴുകൈയോടും ആരേശുവിനായി സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നു അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ഈ ദൈവിക സമാധാനം. അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമെങ്കിൽ ഇന്ന് രാത്രി ആ സമാധാനം കരഗതമാക്കിയ ദൈവമക്കൾ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുക. സുവിശേഷ യോഗത്തിന്റെ സമാപന രാത്രിയാണല്ലോ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു എന്നുള്ള അനുഗ്രഹീതമായ ഗാനം നമുക്കറിയാമല്ലോ. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ നിയോഗം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ഗാനത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഈ രാത്രി നദി പോലെ കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കൾ, അഭിഷക്തന്മാർ അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി സമാധാനമില്ലാതെ നിരാശയുടെ കടുങ്കെട്ടുകൊണ്ട് പിശാചു വേട്ടയാടുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് രാത്രി നിരാശ മാറി തുള്ളിച്ചാടി സ്തോത്രം ചെയ്തു പോകാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ആ ദൈവിക സമാധാനത്തിന്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് അധരങ്ങൾ തുറന്ന് ഒരുമിച്ച് ചേർന്ന് പാടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. വീശിയടിക്കുന്ന കാറ്റ് പോലെ തള്ളിക്കയറുന്ന വീശിയടിക്കുന്ന കാറ്റ് പോലെ ആളിക്കത്തുന്ന തീ പോലെ ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് അധരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനം
യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. അവൻ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ഓ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. ആമേൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. അവൻ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. അവൻ നല്ലിടയനായ യേശുനാഥൻ, ഓ നിരന്തരമായി എന്നെ വഴി നടത്തൂ. നല്ലിടയനായ യേശുനാഥൻ, നിരന്തരമായി എന്നെ വഴി നടത്തൂ. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും കോടിക്കീഴിൽ എന്നെ നിത്യം. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ആമേൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഓ യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങിന ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അടച്ചു, അവൻ എന്നെ താങ്ങിന ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക. ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും ഓ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. ഓ ആമേൻ. ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും ഓ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്ക്. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കോ, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. ഹല്ലേലൂയ. ഓ ഞാനെന്നും സ്തുതിക്കോ, ഓ ശബ്ദരാധികരണം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആനന്ദം. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുക, നമ്മുടെ ഹൃദയങ്ങൾ ദൈവമുമ്പാകെ ഏകാഗ്രമാക്കുക. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് എടുക്കാൻ കഴിയാത്തതും, എന്നാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് അനുഭവിക്കാൻ കഴിയുന്നതുമായ അതുല്യമായ അനുഗ്രഹമാണ് ദൈവിക സമാധാനം. ഈ സമാധാനം കരഗസ്ഥമാക്കാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. പ്രഥമമായ സമാധാനം ദൈവത്തോടുള്ള സമാധാനമാണ്. പാപം മനുഷ്യനെ ഭയപ്പെടുത്തുന്നു,
പാപം മനുഷ്യനിൽ മരണഭയമുളവാക്കുന്നു. പാപം മനുഷ്യനിൽ കുറ്റബോധമുളവാക്കുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ ഭയചകിതനാക്കുന്നു. എന്നാൽ രക്ഷ മനുഷ്യനെ മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്നു, കുറ്റബോധത്തിൽ നിന്ന് വിമുക്തരാക്കുന്നു, ദൈവമുൻപാകെ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാരം മൂലം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവത്തോട് സമാധാനമുള്ളവാകുന്നു. ആ ദൈവത്തോട് നിരന്നവർക്ക്, ദൈവത്തോട് സമാധാനമായവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ദൈവിക സമാധാനം. ഇന്ന് രാത്രി ദൈവിക സമാധാനം എന്നിലേക്ക് നദി പോലെ പ്രവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. കരമുയർത്തുവർ ആ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കൂ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീത രാത്രിക്കായി നന്ദി. സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രി അങ്ങയുടെ വചനം പ്രസംഗിപ്പാൻ കൃപ തന്നതുകൊണ്ടും നന്ദി. യേശുവേ, അനുദിന ജീവിതത്തിൽ ഒരു ദൈവബദലിന് അനുഭവിക്കാൻ കഴിയുന്ന ആ ദൈവിക സമാധാനം, നദി പോലെ കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ദൈവം പകരണമേ. ഇന്ന് രാത്രി വരെ ദൈവത്തോട് നിരക്കാത്ത, ദൈവത്തോട് സമാധാനമാകാത്ത, കുറ്റബോധത്താൽ മനസ്സാക്ഷി കോടതിയിൽ വേട്ടയാടി മരണഭയം കൊണ്ട്, ദൈവത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ട് ഇന്ന് രാത്രി വീർപ്പുമുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ടാക്കിയ കർത്താവേ, അങ്ങയുടെ മരണം മൂലമുള്ള ദൈവിക സമാധാനം, ദൈവത്തോടുള്ള സമാധാനം ഈ ദേശനിവാസികളുടെ മേൽ, അങ്ങയുടെ ജനത്തിൻ്റെ മേൽ പകരണമേ. രോഗികൾ സൗഖ്യമാകട്ടെ, ദുഃഖിതർ ആശ്വാസം പ്രാപിക്കട്ടെ, ബന്ധിതർ സ്വതന്ത്രമാകട്ടെ. ഈ പ്രാദേശിക സഭ, അങ്ങയുടെ ദാസൻ കുടുംബം, ദൈവമക്കൾ, ഈ നല്ല ദേശം, ദേശനിവാസികൾ, വിശേഷാൽ ഈ അയൽവാസികൾ എല്ലാവരെയും ഞങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കുക. ഈ യോഗത്തിലേക്ക് എന്നെ വിളിക്കുകയും ശുശ്രൂഷിക്കാൻ അവസരം തരികയും ചെയ്ത ബഹുമാന്യനായ കർത്തൃദാസനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഈ ദൈവസഭയോടും നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. കുമളിയിൽ നിന്ന് എൻ്റെ പിതാവും എൻ്റെ വൈഫും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ വന്ദനം കൂടെ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.